ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി ഇന്ത്യ. ആഗോള രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തെയാണ് ഇത് കാണിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ്. അതിന്റെ ചുവടുവയ്പിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത്. മാത്രമല്ല, അടുത്ത 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെ മറികടക്കുമെന്ന് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നുവെന്ന് സർക്കാരിന്റെ വർഷാവസാന സാമ്പത്തിക അവലോകനം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ നാമമാത്ര മൊത്ത ആഭ്യന്തര ഉത്പാദനം $4.18 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇത് അമേരിക്ക, ചൈന, ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ 4ാം സ്ഥാനത്തെത്തിയെന്നും ഡേറ്റ കാണിക്കുന്നു. എന്നിരുന്നാലും ഔദ്യോഗിക സ്ഥിരീകരണം 2026 അന്തിമ വാർഷിക GDP കണക്കുകൾ പുറത്തുവിടുമ്പോൾ ലഭിക്കുന്ന ഡേറ്റയെ ആശ്രയിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര നാണയനിധി കണക്കുകൾ പ്രകാരം ഇന്ത്യ ഈ വർഷം ജപ്പാനെ മറികടക്കും. 2026 IMF പ്രവചനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ $4.51 ട്രില്യൺ ഡോളറായി കണക്കാക്കുന്നു. ജപ്പാന്റേത് $4.46 ട്രില്യൺ ഡോളറാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. ഈ വേഗത നിലനിർത്താൻ ഇന്ത്യ സജ്ജമാണ്. $4.18 ട്രില്യൺ ഡോളർ GDP മൂല്യമുള്ള ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി. അടുത്ത 2.5 മുതൽ 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെ 3ാം സ്ഥാനത്ത് നിന്ന് പിന്തള്ളാൻ ഒരുങ്ങിയിരിക്കുന്നു. 2030ഓടെ $7.3 ട്രില്യൺ ഡോളർ GDP പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ 2025 ഇന്ത്യയുടെ വളർച്ചയ്ക്കൊരു നിർവചിക്കുന്ന വർഷമെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഓഗസ്റ്റിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടൺ, ന്യൂഡൽഹിയിൽ വൻ തീരുമ ചുമത്തിയതിനെ തുടർന്ന് സാമ്പത്തിക ആശങ്കകൾക്കിടയിലും ഇന്ത്യയുടെ ശുഭാപ്തി വിശ്വാസത്തിൽ വിലയിരുത്തൽ വരുന്നു. ഇന്ത്യയുടെ തുടർച്ചയായ വളർച്ച സ്ഥിരമായ ആഗോള വ്യാപാര അനിശ്ചിതത്വങ്ങൾക്കിടയിലും അതിന്റെ പ്രതിരോധ ശേഷിയെ പ്രതിഫലിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞു. IMF കണക്കുകൾ പ്രകാരം 2022 ഇന്ത്യയുടെ GDP മുൻ കൊളോണിയൽ ഭരണാധികാരി ബ്രിട്ടനെ മറികടന്നപ്പോൾ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. ജനസംഖ്യയുടെ കാര്യത്തിൽ 2023 ഇന്ത്യ അയൽ രാജ്യമായ ചൈനയെ മറികടന്ന് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് US. ചൈന 2ാം സ്ഥാനത്തും ജർമ്മനി 3ാം സ്ഥാനത്തും. ലോക ബാങ്കിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2024 ഇന്ത്യയുടെ പ്രതിശീർഷ GDP 2694 ആയിരുന്നു. ജപ്പാന്റെ 32,487 12 മടങ്ങ് കുറവും ജർമ്മനിയുടെ 56,103 20 മടങ്ങ് കുറവുമാണ്. സർക്കാർ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളിൽ 4-1 10-നും 26-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ദശലക്ഷക്കണക്കിന് യുവ ബിരുദധാരികൾക്ക് നല്ല ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. US-ഉമായുള്ള വ്യാപാര കരാറിന്റെ അഭാവവും രാജ്യത്തെ ചരക്കുകളിൽ ലെവികളുടെ ആഘാതവും സംബന്ധിച്ച ആശങ്കകൾ കാരണം ഡിസംബർ ആദ്യം ഡോളറിനെതിരെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി. 2025 ഏകദേശം 5% ഇടിഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയുടെ വളർച്ചാഖത രൂപപ്പെടുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ ശക്തിയെ ഉൽപാദനക്ഷമമായി ആഗിരണം ചെയ്യുകയും സമഗ്രവും സുസ്ഥിരവുമായ വളർച്ച നൽകുകയും ചെയ്യുന്ന ഗുണനിലവാരമുള്ള തൊഴിൽ സൃഷ്ടിക്കാനുള്ള കഴിവിലൂടെയാണെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു. 2026 ലോകബാങ്ക് 6.5% വളർച്ച പ്രവചിക്കുന്നുണ്ട്. 2024 6.4%വും 2027 6.5% വളർച്ചയോടെ ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന G20 സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്ന് മൂഡ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. IMF 2025 6.6%വും 2024 6.2%വും വളർച്ചാ പ്രവചനം ഉയർത്തി. OECD 2025 6.7%വും 2024 6.2%വും വളർച്ച പ്രവചിക്കുന്നു. കൂടാതെ S&P ഈ സാമ്പത്തിക വർഷത്തിൽ 6.5%വും അടുത്ത വർഷത്തിൽ 6.7%വും വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 2025 പ്രവചനം 7.2%-മായി ഉയർത്തി. ശക്തമായ ഉപഭോക്തൃ ആവശ്യം കണക്കിലെടുത്ത് ഫിച്ച് 2026 സാമ്പത്തിക വർഷത്തിലെ പ്രവചനം 7.4%-മായി ഉയർത്തി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യ. ഈ കുതിപ്പ് നിലനിർത്താൻ ഇന്ത്യക്ക് നല്ല സ്ഥാനമുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷിക വർഷമായ 2047 ആകുമ്പോഴേക്കും ഉയർന്ന ഇടത്തരം വരുമാന പദവി കൈവരിക്കുക എന്ന അഭിലാഷത്തോടെ സാമ്പത്തിക വളർച്ച, ഘടനാപരമായ പരിഷ്കാരങ്ങൾ, സാമൂഹിക പുരോഗതി എന്നിവയുടെ ശക്തമായ അടിത്തറയിലാണ് രാജ്യം കെട്ടിപ്പടുക്കുന്നത്. മാർച്ച് 31 അവസാനിച്ച 12 മാസത്തിനിടെ സാമ്പത്തിക വളർച്ച 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം വൻതോതിലുള്ള ഉപഭോഗ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുകയും തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.